ഈ വാർത്താ ദിനത്തിന്റെ സമഗ്രതയുമായി വാർത്താ മഴ ആരംഭിക്കുകയാണ്. ഞാൻ അസിത സഹീർ. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മന്ത്രി കെ ബി ഗണേഷ് കുമാറിനെതിരെ ഗുരുതര ആരോപണവുമായി ഭാര്യ ബിന്ദു മേനോൻ. മന്ത്രിയെ കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ കണ്ടെന്നും മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് തന്നെ കയ്യേറ്റം ചെയ്തുവെന്നാണ് ബിന്ദു മേനോന്റെ ആരോപണം. വിവരം മുഖ്യമന്ത്രിയുടെ മകളെ വിളിച്ചറിയിച്ചെന്നും ബിന്ദു മേനോൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കാലത്തെ രാഷ്ട്രീയ മുതലെടുപ്പെന്നാണ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ പ്രതികരണം. ആരോപണങ്ങളിൽ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം പ്രതിഷേധം ശക്തമാക്കി. മന്ത്രി കെ ബി ഗണേഷ് കുമാറിനെ കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ വാളകത്തെ കുടുംബ വീട്ടിൽ കണ്ടെന്നും ഫോട്ടോ ഉൾപ്പെടെ തെളിവുകൾ തന്റെ കൈവശമുണ്ടെന്നുമാണ് ബിന്ദു മേനോന്റെ തുറന്നു പറച്ചിൽ. താൻ വിളിച്ചതിനു പിന്നാലെ പോലീസ് സ്ഥലത്തെത്തിയെങ്കിലും ഇടപെട്ടില്ല. മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾ തന്നെ മർദ്ദിച്ചെന്നും ഫോൺ പരിശോധിച്ചെന്നും ബിന്ദു മേനോൻ ആരോപിച്ചു. മുൻപ് ഗണേഷ് കുമാർ തന്നെ ഉപദ്രവിച്ചിരുന്നുവെന്നും തനിക്ക് സംശയരോഗമെന്ന് പ്രചരിപ്പിച്ചെന്നും ബിന്ദു മേനോൻ പറഞ്ഞു. എന്നാൽ ആരോപണം മന്ത്രി തള്ളി. എല്ലാ കാലത്തും വീട്ടിൽ നിന്ന് തന്നെയാണ് തനിക്ക് ശത്രുക്കൾ ഉണ്ടാകുന്നതെന്നും മന്ത്രി പറഞ്ഞു. ഗണേഷ് കുമാറിന് പ്രണയമുണ്ടോ എന്ന് ചോദിച്ചാൽ മാധവിക്കുട്ടിക്ക് പ്രണയം ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുന്ന പോലെ ഉള്ളൂ. മനസ്സിലായോ? എനിക്ക് എപ്പോഴും വീട്ടിനകത്ത് തന്നെയാണ് ശത്രുക്കൾ, വെളിയിൽ നിന്നാരും വരാറില്ല. ഭാര്യയുടെ ആരോപണത്തിന് പിന്നാലെ ഗണേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം രംഗത്ത് വന്നു. മുഖ്യമന്ത്രി മറുപടി പറയണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. മന്ത്രിയുടെ ഭാര്യ ഫോണിൽ വിളിച്ചിട്ട് അവരെ കാണാതെ നേരെ അതേ ജീപ്പിൽ തന്നെ തിരിച്ചുപോയത്. ഒരു മന്ത്രിയുടെ ഭാര്യയ്ക്ക് പോലും കിട്ടാത്ത നീതി കേരളത്തിലെ ഏത് സ്ത്രീക്കാണ് കിട്ടാൻ പോകുന്നത്? മുഖ്യമന്ത്രിയാണ് മറുപടി പറയുന്നത്. സംഭവത്തിൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് KSU DGPക്ക് പരാതി നൽകി. ഗണേഷ് കുമാറിനെതിരായ പ്രതിഷേധം തെരുവിലേക്കും വ്യാപിപ്പിക്കുകയാണ് പ്രതിപക്ഷം. വരും ദിവസങ്ങളിൽ പത്തനാപുരത്തെ ഗണേഷ് കുമാറിന്റെ ഓഫീസിലേക്ക് പ്രതിഷേധങ്ങൾ ശക്തമാക്കാനാണ് തീരുമാനം. 24 കൊല്ലം. മന്ത്രി കെ ബി ഗണേഷ് കുമാറിനെതിരായ ആരോപണത്തിൽ മുഖ്യമന്ത്രിയുടെ നിലപാട് നിർണായകമാകും. സംഭവത്തെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയും CPIM നേതൃത്വവും ഗണേഷ് കുമാറിനോട് സംസാരിക്കും. നാളെ രാവിലെ ചേരുന്ന മന്ത്രിസഭാ യോഗത്തിന് മുന്നോടിയായി സംസാരം നടക്കാനാണ് സാധ്യത. പോലീസ് വീഴ്ച വരുത്തിയെന്ന പരാതിയിൽ നടപടിയെടുക്കാനുള്ള സമ്മർദ്ദവും സർക്കാരിന് മേലുണ്ട്. മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ ഭാര്യ മാധ്യമങ്ങളോട് ഉന്നയിച്ച പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്ന വിഷയങ്ങൾ മന്ത്രിക്കൊപ്പം സർക്കാരിനെയും പ്രതിരോധത്തിലാക്കുന്നതാണ്. വിളിച്ചു വരുത്തിയിട്ടും പോലീസ് നടപടിയെടുത്തില്ല. മന്ത്രിയുടെ സ്റ്റാഫ് മൊബൈൽ ഫോൺ പിടിച്ചുപറിക്കാൻ ശ്രമിച്ചു തുടങ്ങിയ ആരോപണങ്ങൾ സ്ത്രീ സുരക്ഷയെക്കുറിച്ച് ഊറ്റം കൊള്ളുന്ന സർക്കാരിന്റെ അവകാശവാദത്തെ ചോദ്യം ചെയ്യുന്നതാണ്. പോലീസിനെ അവരെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ ഇടപെടേണ്ട ആവശ്യമുണ്ടെങ്കിൽ പോലീസ് ഇടപെടേണ്ടതായിരുന്നു. പിന്നെ മുഖ്യമന്ത്രിയുടെ മകളെ അല്ലാതൊക്കെ വിളിച്ചു പറയാം. അവർക്ക് മുഖ്യമന്ത്രിയെ തന്നെ വിളിച്ചു പറയാമായിരുന്നു അങ്ങനെ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ. പോലീസ് വീഴ്ചയ്ക്ക് സമാധാനം പറയേണ്ടത് മുഖ്യമന്ത്രി ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പാണ്. പരാതിയുടെ വിശദാംശങ്ങൾ ശേഖരിച്ചു തുടങ്ങിയ മുഖ്യമന്ത്രി ഗണേഷ് കുമാറിനോട് സംസാരിച്ചേക്കും. CPIM നേതൃത്വവും വിവരങ്ങൾ ആരായും. എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട കാര്യമല്ല. കേരളത്തിലെ ചുമതലപ്പെട്ട ആളുകൾ ഈ വിഷയത്തെക്കുറിച്ച് പ്രതികരിക്കും. ഭാര്യയുടെ പരാതിയിൽ ഗണേഷ് കുമാറിനെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. 24 തിരുവനന്തപുരം. ഗുരുതര ആരോപണം നേരിടുന്ന മന്ത്രി കെ ബി ഗണേഷ് കുമാർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് വിവിധയിടങ്ങളിൽ പ്രതിപക്ഷ പ്രതിഷേധം. പത്തനാപുരത്തെ ഓഫീസിലേക്ക് BJP നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു. പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. കാലൻകോഴി പത്തനാപുരത്തിന് വേണ്ട എന്നെഴുതിയ ബാനർ ഉയർത്തിയായിരുന്നു KSUവിന്റെ പ്രതിഷേധം. പ്രവർത്തകർ ബാനർ KSRTC ബസ്സിന് മുന്നിൽ കെട്ടി. തിരുവനന്തപുരത്ത് മഹിളാ കോൺഗ്രസ് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തി. സെക്രട്ടേറിയറ്റ് മതിൽ ചാടിക്കടക്കാൻ പ്രവർത്തകർ ശ്രമിച്ചു. കൽപ്പറ്റ ടൗണിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ കോലം കത്തിച്ചു. വാഹനം തടഞ്ഞ പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. കോഴിയെ കൈലേന്തി KSRTC ബസ് തടഞ്ഞും പ്രവർത്തകർ പ്രതിഷേധിച്ചു. ചികിത്സാ പിഴവിനെ തുടർന്ന് വലതുകൈ മുറിച്ചുമാറ്റേണ്ടി വന്ന 9കാരി വിനോദിനിയുടെ ചികിത്സാ ചെലവും വിദ്യാഭ്യാസ ചെലവും സർക്കാർ വഹിക്കണമെന്ന് ഹൈക്കോടതി. വിനോദിനിക്ക് 21 വയസ്സാകുന്നതുവരെ ചെലവ് വഹിക്കണമെന്നാണ് ഹൈക്കോടതി ഉത്തരവിട്ടത്. കൈ നഷ്ടപ്പെട്ടത് വിനോദിനിക്ക് ഭാവിയിൽ ജോലി കിട്ടുന്നതിന് തടസ്സമാകരുത്. ഇക്കാര്യം സർക്കാർ ഉറപ്പുവരുത്തണം. കുറ്റക്കാരായവർക്കെതിരെ നിയമാനുസൃതം നടപടി സ്വീകരിക്കണം. സർക്കാർ ആശുപത്രിയിലുണ്ടായ ഗുരുതരമായ ചികിത്സാ പിഴവിന്റെ ഇരയാണ് കുട്ടിയെന്നും ചീഫ് ജസ്റ്റിസ്
സൗമൻ സൻ, ജസ്റ്റിസ് VM ശ്യാംകുമാർ എന്നിവരുടെ ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. തൃശൂർ സ്വദേശി PD ജോസഫ് നൽകിയ പൊതുതാൽപര്യ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ. കഴിഞ്ഞ സെപ്റ്റംബർ 24-ന് വീട്ടുമുറ്റത്ത് കളിക്കുന്നതിനിടെ വീണാണ് വിനോദിനിക്ക് പരിക്കേറ്റത്. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ നൽകിയ ചികിത്സയെ തുടർന്ന് അണുബാധയുണ്ടായതോടെയാണ് കൈ മുറിച്ചുമാറ്റേണ്ടി വന്നത്. സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ OP സമയം കൂട്ടി. ഉച്ചയ്ക്ക് 2 മണിവരെയായാണ് സമയം വർദ്ധിപ്പിച്ചത്. സർക്കാരിന്റെ ഉത്തരവ് പുറത്തിറങ്ങിയിട്ടുണ്ട്. അതേസമയം അധിക സമയം അനുവദിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് കേരള ഗവൺമെന്റ് മെഡിക്കൽ ഓഫീസർ അസോസിയേഷൻ പ്രതികരിച്ചു. മേഘ്ന മുരളി തിരുവനന്തപുരത്ത് നിന്നും ചേരുകയാണ്. മേഘ്ന, സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ആശ്വാസം നൽകുന്ന തീരുമാനമാണ്. പക്ഷേ ഡോക്ടർമാരുടെ സംഘടനയൊക്കെ വലിയ പ്രതിഷേധം അറിയിക്കുന്നുണ്ടല്ലേ? അസിത, തീർച്ചയായും സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളുടെ OP സമയമാണ് നിലവിൽ വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ 1 മണിവരെയായിരുന്നു OP സമയം. എന്നാൽ നാളെ മുതൽ 2 മണിവരെയായിരിക്കും സർക്കാർ ആശുപത്രികളിലെ OP സമയം എന്നുള്ളതാണ് അറിയിക്കുന്നത്. അത് സാധാരണക്കാരുടെ അടക്കം അതുപോലെ രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നതിനുള്ള ഒരു നടപടി എന്നുള്ളതാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വരുന്ന ഒരു വിശദീകരണം എന്ന് പറയുന്നതും. എന്നാൽ ഇതിൽ കേരള ഗവൺമെന്റ് മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷൻ ഒരു പ്രതിഷേധവുമായി രംഗത്തെത്തുകയാണ്. നാളെ ആരോഗ്യമന്ത്രിയെ നേരിൽ കണ്ട് പ്രതിഷേധം രേഖപ്പെടുത്താനാണ് തീരുമാനം. അതിൽ പ്രധാനപ്പെട്ട ഒരു വിമർശനം എന്ന് പറയുന്നത് ഇതിൽ രോഗികളുടെ എണ്ണം വർദ്ധിപ്പിക്കുമ്പോൾ OP സമയം കൂട്ടുന്നതല്ല ശാസ്ത്രീയമായ പരിഹാരം എന്നുള്ളതാണ് പറയുന്നത്. അതിൽ പുതിയ തസ്തികകൾ സൃഷ്ടിക്കേണ്ടതുണ്ട്. അതാണ് രോഗികളുടെ എണ്ണം വർദ്ധിപ്പിക്കുമ്പോൾ സർക്കാർ ആശുപത്രികളിൽ ചെയ്യേണ്ട പരിഹാരം എന്നുള്ളതാണ്. ഈ OP സമയം കൂട്ടുന്നത് ഡോക്ടർമാരുടെ മാനസികാരോഗ്യവും അതുപോലെ തന്നെ വലിയ തരത്തിൽ കൂടുതൽ ജോലിഭാരം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നുള്ളതാണ് മെഡിക്കൽ ഓഫീസേഴ്സ് സംഘടന പറയുന്നത്. എന്തായാലും നാളെ ഒരു പ്രതിഷേധം ഉണ്ടാകും. അതിനുശേഷം ആരോഗ്യമന്ത്രിയെ കണ്ട് ഈ ഒരു പ്രതിഷേധം അറിയിക്കും. അതുപോലെ തന്നെ അധിക സമയം നീട്ടുന്നത് അനുവദിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് മെഡിക്കൽ ഓഫീസേഴ്സുടെ സംഘടന പറയുന്നത്. ശരി, മേഘ്ന മുരളിയാണ് വിവരങ്ങൾ നൽകിയത്. നാളെ മുതൽ 2 മണിവരെ OP ഉണ്ടാകും. മുണ്ടക്കൈ ചൂരൽമല ടൗൺഷിപ്പ് സന്ദർശനവുമായി ബന്ധപ്പെട്ട CPIM സൈബർ ആക്രമണത്തിൽ മമ്മൂട്ടിയുടെ ക്ഷമ ചോദിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. CPIMന്റെ സോഷ്യൽ മീഡിയ പോരാളികൾ വലിയ തോതിൽ മമ്മൂട്ടിയെ ആക്രമിച്ചു. മലയാളത്തിന്റെ മഹാനടനെ വേദനിച്ചിട്ടുണ്ടെങ്കിൽ പരസ്യമായി ക്ഷമ ചോദിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയുടെ പുതിയ കെട്ടിട നിർമ്മാണോദ്ഘാടനത്തിനിടെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഖേദപ്രകടനം. മമ്മൂട്ടിയുടെ ജില്ലാ സെക്രട്ടറിയോടുള്ള സംസാരം സതുദ്ദേശത്തോടുകൂടിയായിരുന്നു. വിവാദമുണ്ടാക്കാൻ കാത്തിരിക്കുന്നവർക്ക് അതിനവസരം കൊടുക്കരുത് എന്നായിരുന്നു നടൻ ഉദ്ദേശിച്ചത്. പിന്നീടുണ്ടായത് വലിയ സൈബർ ആക്രമണമെന്നും ക്ഷമ ചോദിക്കുന്നുവെന്നും മുഖ്യമന്ത്രി. CPIMന്റെ ഈ സോഷ്യൽ മീഡിയ രംഗത്ത് ഇടപെടുന്നവർക്ക് മമ്മൂട്ടിയെ തിരിച്ചറിയാൻ കഴിയാത്ത കാലമായോ? മമ്മൂട്ടി ആരാണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു. കേരളത്തിൻ്റെ മലയാളത്തിൻ്റെ മഹാനടന് അത്തരത്തിലൊരു പ്രചരണത്തിൻ്റെ ഭാഗമായി മനസ്സിന് വിഷമമോ പ്രയാസമോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ ഘട്ടത്തിൽ പരസ്യമായി അദ്ദേഹത്തോട് ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. എങ്ങനെ നല്ലൊരു കാര്യത്തെ ചീത്തയാക്കാൻ കഴിയുന്നു എന്നതിന്റെ ഉദാഹരണമാണ് ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ട വിവാദം. CPIM വയനാട് ജില്ലാ സെക്രട്ടറി റഫീഖ് ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ പ്രതികരണം നടത്തിയെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. CPMന്റെ ആളുകൾക്ക് മമ്മൂട്ടി എന്ന മഹാനടനെ തിരിച്ചറിയാൻ കഴിയാത്ത സാഹചര്യമായോ എന്നും മുഖ്യമന്ത്രി വിമർശിക്കുന്നുണ്ട്. ഒരു ക്യാമറയ്ക്ക് മുന്നിലും പറയാത്ത കാര്യത്തിനെ വിവാദമാക്കിയതിനും മുഖ്യമന്ത്രിക്ക് അതൃപ്തി. 24 തിരുവനന്തപുരം. 2020 ലോകകപ്പ് കിരീട നേട്ടത്തിന് ശേഷം ജന്മനാട്ടിൽ തിരിച്ചെത്തിയ സഞ്ജു V സാംസന് വൻ വരവേൽപ്പ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ മന്ത്രി V ശിവൻകുട്ടി താരത്തെ സ്വീകരിച്ചു. വീഴ്ചയിൽ പതറിയപ്പോൾ സച്ചിന്റെ പിന്തുണ കരുത്തായെന്ന് സഞ്ജു പറഞ്ഞു. കേരള സർക്കാർ ഔദ്യോഗികമായി സഞ്ജുവിന് സ്വീകരണം നൽകാനും തീരുമാനമുണ്ട്. വീരോചിതമായ ലോകകപ്പ് ഫൈനൽ കണ്ട ആവേശം കെട്ടടങ്ങുന്നതിന് മുൻപ് മലയാളികളുടെ സഞ്ജു V സാംസൺ ജന്മനാട്ടിലേക്ക്. താരത്തിന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ലഭിച്ചത് വലിയ സ്വീകരണം. ലോകകപ്പിലെ മികച്ച താരമെന്ന പദവി സന്തോഷത്തിനും അഭിമാനത്തിനും മാറ്റുകൂട്ടുന്നു. എല്ലാവർക്കും എനിക്ക് നന്ദി മാത്രം പറയാനുള്ളൂ. എയർപോർട്ടിൽ നിന്നും സഞ്ജു നേരെ എത്തിയത് സ്വദേശമായ വിഴിഞ്ഞത്തെ കുടുംബ വീട്ടിലേക്ക്. സച്ചിൻ തന്ന പിന്തുണയും നാട്ടുകാരോടുള്ള നന്ദിയും പങ്കുവയ്ക്കാൻ മറക്കാതെയുള്ള ആദ്യ പ്രതികരണം. പറയാൻ പറ്റാത്തൊരു ഫീലിംഗ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ടച്ചിൽ ഉണ്ടാവാറുണ്ടായിരുന്നു. കുറച്ച് വർഷങ്ങളായിട്ട് മെസ്സേജസ് അയക്കുന്നുണ്ടായിരുന്നു. IPL കാണുമ്പോഴൊക്കെ സംസാരിക്കാറുണ്ടായിരുന്നു. പക്ഷേ എനിക്കൊന്ന് മനസ്സൊന്ന് പാളി പോയപ്പോൾ
എനിക്ക് ഇനി ആരെ വിളിച്ചാലാണ് ഒരു ഉപദേശം കിട്ടാൻ. അപ്പോൾ പിന്നെ ഒരു പേരെ മനസ്സിൽ വന്നിട്ടുള്ളൂ. അപ്പോൾ സാറിനെ വിളിച്ചപ്പോൾ സാറും ഭയങ്കര ജെന്യുവനായിട്ട് കണക്റ്റായി. അപ്പോൾ സാറും ഒരു 25 മിനിറ്റ് ഫോണിൽ കൂടെ എൻ്റെ അടുത്ത് സംസാരിക്കുകയുണ്ടായി. സാറിൻ്റെ കരിയറിൽ നടന്ന കുറേ കാര്യങ്ങൾ എൻ്റെ അടുത്ത് ഷെയർ ചെയ്തു. അപ്പോൾ എനിക്ക് ഈ സമയത്ത് എന്തൊക്കെയാണ് ചിന്തിക്കേണ്ട ആവശ്യമുള്ളത്, എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം, എങ്ങനെയാണ് ഈ സിറ്റുവേഷനെ കാണേണ്ടത്. അപ്പോൾ ഭയങ്കര ജെന്യുവനായിട്ട് എനിക്കത് ഹെൽപ്പ് ചെയ്തു. അപ്പോൾ ന്യൂസിലൻഡ് സീരീസിലും ഫോം ഔട്ട് ആയപ്പോൾ അത് കഴിഞ്ഞ് വിളിച്ചപ്പോഴും കുറേ ഉപദേശങ്ങളുണ്ടായിരുന്നു. വേൾഡ് കപ്പ് ഫൈനലിൻ്റെ തലേ ദിവസം വരെ സാറ് ഇങ്ങോട്ട് വിളിച്ച് ചോദിക്കുകയുണ്ടായി, എല്ലാം റെഡിയല്ലേ, ഹൗ ആർ യു ഫീലിംഗ് എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചു. അപ്പോൾ അതൊക്കെ ഒരു എന്തു പറയാനാണ്, എല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യമല്ല. അപ്പോൾ അതെന്തോ എനിക്ക് കിട്ടിയതിൽ വലിയ സന്തോഷം. ഉടൻ തന്നെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഔദ്യോഗിക സ്വീകരണവും സഞ്ജുവിന് ലഭിക്കും. തിരുവനന്തപുരം ജില്ലയിൽ അദ്ദേഹത്തിന് സമുചിതമായിട്ടുള്ള ഒരു സ്വീകരണം കൊടുക്കുവാൻ ആലോചിക്കുകയാണ്. അർഹിക്കുന്ന രൂപത്തിൽ ഉള്ള കേരളത്തിൻ്റെ ഒരു സ്വീകരണം അദ്ദേഹത്തിന് നൽകുന്നതാണ്. 1 മാസം ഫോൺ ഒഴിവാക്കിയായിരുന്നു സഞ്ജുവിന്റെ പരിശീലന കാലയളവ്. ഇനി കുടുംബത്തിനൊപ്പം സമയം ചെലവഴിക്കണമെന്നും താരം കൂട്ടിച്ചേർക്കുന്നു. ഡൽഹിയിലെ ടീമിന്റെ വിജയാഘോഷത്തിനായി വരും ദിവസം സഞ്ജു ഡൽഹിയിലേക്ക് തിരിക്കും. 24 തിരുവനന്തപുരം. സിവിൽ സർവീസ് പരീക്ഷയിൽ ചരിത്ര വിജയം സ്വന്തമാക്കി കാസർഗോഡ് കുണിയ IAS അക്കാദമി. മലപ്പുറം സ്വദേശി മുഹമ്മദ് അഷ്മിൽ ഷായാണ് അഖിലേന്ത്യാ തലത്തിൽ 382 റാങ്ക് നേടി ചരിത്ര നേട്ടം സ്വന്തമാക്കിയത്. കുണിയ IAS അക്കാദമിയിലെ ആദ്യ സിവിൽ സർവീസ് വിജയമാണിത്. സംസ്ഥാനത്തെ IAS പരിശീലന കേന്ദ്രങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് കാസർഗോഡ് കുണിയയിൽ പ്രവർത്തിക്കുന്ന കുണിയ IAS അക്കാദമി. ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദാനന്തര ബിരുദം കരസ്ഥമാക്കിയതിനു ശേഷം ഇന്ത്യൻ ഫോറിൻ സർവീസ് എന്ന സ്വപ്നം ലക്ഷ്യമാക്കിയാണ് മലപ്പുറം സ്വദേശിയായ മുഹമ്മദ് അഷ്മിൽ ഷാ കുണിയ IAS അക്കാദമിയിലെ ആദ്യ ബാച്ചിൽ പ്രവേശനം നേടിയത്. അക്കാദമിയിലെ ചിട്ടയായ പരിശീലനവും മുഹമ്മദ് അഷ്മിൽ ഷായുടെ ലക്ഷ്യബോധവും സിവിൽ സർവീസ് പരീക്ഷയിൽ അഖിലേന്ത്യാ തലത്തിൽ മികച്ച റാങ്ക് കരസ്ഥമാക്കാൻ കാരണമായി. അത് 2ാമത്തെ അറ്റംപ്റ്റിലാണ് ഇപ്പോൾ ഫൈനലിസ്റ്റിൽ വന്നിട്ടുള്ളത്. സന്തോഷം, വളരെ സന്തോഷം. ഞാൻ കൊടുത്തിട്ടുള്ള എൻ്റെ ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ടുള്ളത് ഇന്ത്യൻ ഫോറിൻ സർവീസാണ്. ഞാനത് കിട്ടുന്നതിനാണ് പ്രതീക്ഷിക്കുന്നത്. ഞങ്ങൾക്ക് പ്രോപ്പർ ക്ലാസ് കിട്ടിയിട്ടുണ്ട്, ഫൗണ്ടേഷണൽ ക്ലാസ്. അതിന് പുറമായിട്ട് ഒരുപാട് ഫ്രീ ടൈം ഉണ്ട് നമുക്ക് സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യാനുള്ള. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ട് നോട്ട്സ് തന്നെ ഒരുപാട് പ്രാവശ്യം റിവൈസ് ചെയ്തിട്ടാണ് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. 2025 സിവിൽ സർവീസ് പരീക്ഷയിൽ കുണിയ IAS അക്കാദമിയിലെ 50 വിദ്യാർത്ഥികളിൽ 17 പേർ പ്രിലിംസ് പരീക്ഷ വിജയിക്കുകയും 4 പേർ UPSC പേഴ്സണാലിറ്റി ടെസ്റ്റിലേക്ക് യോഗ്യത നേടുകയും ചെയ്തിരുന്നു. പ്രവർത്തനമാരംഭിച്ച് 3 വർഷത്തിനുള്ളിൽ 250-ലധികം വിദ്യാർത്ഥികളാണ് അക്കാദമിയിൽ നിന്ന് സൗജന്യ റെസിഡൻഷ്യൽ സിവിൽ സർവീസ് പരിശീലനം നേടിയത്. നമ്മുടെ ഈ ഒരു സ്ഥാപനത്തിൽ ഇതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ കൊണ്ടാകും, ഇവിടെയുള്ള മെൻറ്റേഴ്സിനെ കൊണ്ടാകും, പ്രിലിംസൊക്കെ പാസ്സായിട്ട് ഒരുപാട് കുട്ടികളുള്ളത് കൊണ്ടാകും 13 സ്റ്റേറ്റുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സ്ഥാപനമാണ്. വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് അദ്ദേഹത്തിൻ്റെ എഫേർട്ടിൻ്റെ വിജയമാണ്, ഒരുപാട് ആളുകളുടെ പ്രാർത്ഥനയോട് കൂടി വിജയമാണ്. അപ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് അത്തരത്തിലുള്ള എഫേർട്ടിൻ്റെ ലക്ഷ്മിയിൽ തന്നെയാണ്. രാജ്യത്തെ 13 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ കുണിയ IAS അക്കാദമിയിൽ പരിശീലനം നേടുന്നുണ്ട്. ഓൾ ഇന്ത്യ തലത്തിൽ നടത്തുന്ന എൻട്രൻസ് പരീക്ഷ മുഖേനയാണ് അക്കാദമിയിലേക്കുള്ള പ്രവേശനം. 24 കാസർഗോഡ്. വാർത്താമഴ ഇതോടെ പൂർണ്ണമാക്കുകയാണ്. നമസ്കാരം.